Hello friends, welcome to our YouTube channel Ennilea Veettamma By Athira. നവംബർ 18 ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചതും അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം. എൻ്റെ നിയമോളുടെ ബർത്ത്ഡേ ആണ് നവംബർ 18. നീക്കുട്ടി 2020 നവംബർ 18-നാണ് ജനിച്ചത്. 2023 നവംബർ 18-ന് നീക്കുട്ടി 3 വയസ്സിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ്. എല്ലാ അമ്മമാരുടെയും ഒരു ആഗ്രഹമാണ് മക്കളുടെ ബർത്ത്ഡേ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നടത്തുക എന്നുള്ളത്. നീക്കുട്ടിയുടെ അംഗനവാടിയിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളെല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറയാറ്. അവർ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. നീക്കുട്ടിക്കാണെങ്കിലും അവളുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് കേക്ക് എന്നുള്ളത്. ചെറിയ മക്കൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത്. നീക്കുട്ടി ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങൂല അമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീക്കുട്ടിക്ക് ഇന്ന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ബെഡ്റൂം മേക്ക് ഓവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു ബലൂൺ കൊടുത്താൽ പോലും അവർക്കത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ മക്കളുടെ കയ്യിലെല്ലാം സൈക്കിളുണ്ട്. അപ്പോൾ നീക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കാറായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ നീക്കുട്ടിക്ക് സൈക്കിളില്ല എന്നൊരു പരാതി ഉണ്ട് കേട്ടോ. നീക്കുട്ടിയുടെ ഇപ്പോഴത്തെ വലിയൊരു ആഗ്രഹമാണ് ഒരു സൈക്കിൾ വാങ്ങുക എന്നുള്ളത്. ഏട്ടനോടാണ് അവൾ എപ്പോഴും ആഗ്രഹം പറയാറ്. അച്ഛാ എനിക്ക് സൈക്കിൾ വാങ്ങിത്തരുമോ എന്ന് ചോദിക്കും. അവൾ ചോദിക്കുമ്പോഴൊക്കെ ഏട്ടൻ മറുപടി പറയാറ് നമുക്ക് ബർത്ത്ഡേക്ക് വാങ്ങാം എന്നാണ് പറയാറ്. എൻ്റെ കസിൻ സിസ്റ്റർക്ക് ഒരു മോളായപ്പോൾ ചേച്ചി ചെറുപ്പം തൊട്ടേ ആ കുഞ്ഞിനെ കൊണ്ട് തൊണ്ടിൽ ചില്ലറ പൈസ ഇടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. മോള് ഇഴഞ്ഞു നടക്കുന്ന പ്രായത്തിലൊക്കെ ചില്ലറ പൈസ എവിടുന്നേലും കിട്ടിക്കഴിഞ്ഞാൽ അവൾ അത് നേരെ കൊടുന്ന ആ തൊണ്ടിലിടുന്നത് കണ്ടിട്ടുണ്ട്. നാണയൊക്കെ വായിലിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചേച്ചി അതിന് പകരമായിട്ട് കണ്ടെത്തിയ ഒരു ടിപ്പായിരുന്നു ഇത്. ചെറുപ്പം തൊട്ടേ മോളെ കൊണ്ട് തൊണ്ടിൽ ചേച്ചി ചില പൈസ ഇടിപ്പിക്കും. അപ്പോൾ കുട്ടിക്ക് എവിടുന്ന് പൈസ കിട്ടിയാലും തൊണ്ടിൽ കൊടുന്ന് ഇട്ടോളും. കുട്ടി വായിൽ നാണയം ഇടുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞിരുന്നു. ഇത്ര ചെറിയ കുട്ടി തൊണ്ടിൽ ഇങ്ങനെ പൈസ ഇടുന്നത് കാണുമ്പോൾ എനിക്കൊരു അതിശയമായിരുന്നു കേട്ടോ. പിന്നീട് എനിക്കൊരു കുട്ടിയായപ്പോഴാണ് ഞാനും ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. എന്ത് കിട്ടിയാലും കുട്ടി വായിലിടും. അപ്പോൾ നാണയമൊക്കെ ഇടുക എന്ന് പറഞ്ഞത് വലിയ അപകടം പിടിച്ച കാര്യം തന്നെയാണ്. അപ്പം ഞാനും നീക്കുട്ടിക്ക് ഒരു തൊണ്ട് വാങ്ങി അവളെ കൊണ്ട് അതിൽ പൈസ ഇടാൻ ശീലിപ്പിച്ചിട്ടോ. പിന്നീട് നീക്കുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പൈസ കൊണ്ട് നിനക്ക് സൈക്കിൾ വാങ്ങിക്കാമെന്നിങ്ങനെ പറഞ്ഞു കൊടുക്കൂട്ടോ. നാണയം കണ്ടു കഴിഞ്ഞാൽ എല്ലാം പെറുക്കി അവൾ തൊണ്ടിലിട്ട് വെക്കാറുണ്ട്. പാപ്പൻ്റെ അടുത്തുനിന്നും അച്ഛൻ്റെ അടുത്തുനിന്നും എല്ലാം അവൾ പൈസ ശേഖരിച്ച് വെക്കാറുണ്ട്. ഇതാണ് നീക്കുട്ടിയുടെ തൊണ്ട്. അപ്പോൾ തലേ ദിവസം ഞാനും ഏട്ടനും കൂടി തൊണ്ട് പൊളിച്ച് പൈസ ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തി. ഈ പൈസ സൈക്കിൾ വാങ്ങിക്കാൻ തികയില്ല എങ്കിൽ പോലും സൈക്കിൾ വാങ്ങിക്കാൻ അവൾ വലിയൊരു പങ്ക് തന്നെ ശേഖരിച്ചു വെച്ചിരുന്നു. പിന്നീട് ഞാനും ഏട്ടനും കൂടി ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ബാനർ DIY ചെയ്തു. എനിക്ക് ഇങ്ങനത്തെ പേപ്പർ കട്ടിങ്സ് തന്നത് ഏട്ടൻ്റെ അമ്മായിയാണ് കേട്ടോ. അമ്മായി ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അംഗനവാടിയിലേക്കൊക്കെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. എനിക്കും ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മായി എനിക്ക് വേണ്ടി തന്നതാട്ടോ ഇത്. ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് ലെറ്റേഴ്സൊക്കെ എഴുതി പിന്നീട് ഒരു നൂല് ഉപയോഗിച്ച് ലെറ്ററൊക്കെ കോർത്തെടുത്തു. അങ്ങനെ സിമ്പിളായി ബർത്ത്ഡേ ബാനറും തയ്യാറാക്കി. നീക്കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് 2 പാക്കറ്റ് മിഠായി വാങ്ങിച്ചിരുന്നു കേട്ടോ. അംഗനവാടിയിലേക്ക് കൊണ്ടുപോകാനും പിന്നെ അടുത്ത വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും. രാവിലെ തന്നെ ഞാനത് തരംതിരിച്ച് വെക്കുക കേട്ടോ. അംഗനവാടിയിലേക്ക് കൊണ്ടുപോകാനുള്ളതും പിന്നെ അടുത്ത വീട്ടിലേക്കൊക്കെ ഉള്ളത് പാക്ക് ചെയ്ത് വെക്കുകയാണ്. നീക്കുട്ടി എണീറ്റിട്ടില്ല കേട്ടോ. എണീക്കുന്നതിന് മുന്നേ തന്നെ ഇത് റെഡിയാക്കി വെക്കണം. നീക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണിത്. ഇപ്പോഴാണ് നീക്കുട്ടിക്ക് ഈ ഡ്രസ്സ് പാകാവുന്നേ. ഇതാണ് നീക്കുട്ടി ഇന്ന് ഇടുന്നത്. നീക്കുട്ടിക്ക് ഇടാനായി ഈ ഡ്രസ്സിന് യോജിച്ച വളയും മാലയും എയർ ക്ലിപ്പും തലേ ദിവസം തന്നെ വാങ്ങിച്ചിരുന്നു കേട്ടോ. നീക്കുട്ടി ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായി എനിക്കൊരു പാട്ടൊക്കെ പാടി തന്നു കേട്ടോ.
കുഞ്ഞുണ്ടു നീക്കുട്ടിയും അച്ഛനും കൂടിയിട്ട് അടുത്ത വീട്ടിലൊക്കെ ബർത്ത്ഡേ മിഠായി കൊണ്ടു കൊടുത്തു. നീക്കുട്ടിക്ക് കിട്ടിയ റിട്ടേൺ ഗിഫ്റ്റ് ആട്ടോ ഈ മിഠായികള്. നീക്കുട്ടി അംഗനവാടി പോയി. നീക്കുട്ടി അംഗനവാടി വിട്ട് വരുമ്പോഴേക്കും ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് ബെഡ്റൂം മേക്ക് ഓവർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഓരോ മന്തിലെയും ഫോട്ടോസ് വെച്ചിട്ട് ഒരു ബാനർ തയ്യാറാക്കിയിരുന്നു. ആ ബാനർ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇപ്പം ഞാനത് പുറത്തെടുത്ത് മന്തൊക്കെ കറക്റ്റാക്കി വെച്ച് നൂലിൽ കോർത്ത് കാർട്ടൂണിൽ തൂക്കിയിടാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ പഴയതായിട്ടുള്ള ബാനേഴ്സോ എന്തുണ്ടെങ്കിലും അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കയ്യിൽ എപ്പോഴും കേടാവാതെ ഉള്ളത് കൊണ്ട് ഞാനിത് കാർട്ടൂണിൽ തൂക്കിയെന്നുള്ളൂ. പിന്നെ യൂണിക്കോൺ തീമുള്ള ബെഡ്ഷീറ്റാണ് വിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ബർത്ത്ഡേ ബാനർ കട്ടിലിൻ്റെ സൈഡിലാട്ടോ തൂക്കിയത്. പിന്നെ നീക്കുട്ടിക്ക് ബലൂൺസ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ബലൂൺസ് വീർപ്പിച്ച് ബെഡിലിട്ടിട്ടുണ്ട്. ബെഡ്ഷീറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോഴേക്കും ഏട്ടന് സൈക്കിളും കൊണ്ടുവന്നു. അങ്ങനെ നീക്കുട്ടിക്കുള്ള സർപ്രൈസ് ഒക്കെ റെഡിയായി. നീക്കുട്ടി അംഗനവാടി വിട്ട് വന്നിട്ടോ. റൂം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് നീക്കുട്ടി ആകെ സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. നീക്കുട്ടി വന്ന ടൈമിലാണെങ്കിൽ കറണ്ടും പോയിരുന്നു. അപ്പോൾ വെളിച്ചം കുറവായിരുന്നു കേട്ടോ റൂമിൽ. നീക്കുട്ടി എല്ലാതും വന്ന് തൊട്ട് നോക്കി. അതിനുശേഷം ഒരു ബലൂൺ എടുത്തിട്ട് നീക്കുട്ടി പുറത്തേക്ക് പോവുകയാണ്. നീക്കുട്ടി സൈക്കിൾ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പുതപ്പ് വെച്ചത് മൂടിയിട്ടുണ്ടായിരുന്നു. നീക്കുട്ടിക്ക് സൈക്കിളും കൂടി കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കേട്ടോ. പിന്നീട് സൈക്കിൾ ചവിട്ടാനായിരുന്നു കേട്ടോ അവളുടെ തിരക്ക്. പിന്നീട് ഏട്ടൻ സൈക്കിളൊക്കെ ഓടിപ്പിച്ചു കൊടുത്തു അവൾക്ക്. പിന്നീട് സൈക്കിൾ പുറത്തോട്ട് ഇറക്കി ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാനാണ് നീക്കുട്ടി പറയുന്നത്. അങ്ങനെ നീക്കുട്ടി ഡ്രസ്സൊക്കെ മാറിയതിനു ശേഷം നീക്കുട്ടിയും അച്ഛനും കൂടിയിട്ട് റോട്ടിലേക്ക് സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പോയി. ഫ്രണ്ട്സിനൊക്കെ പുതിയ സൈക്കിൾ കാണിച്ചു കൊടുത്തു. നീക്കുട്ടി കേക്ക് കട്ട് ചെയ്യുന്നിടത്തെ ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷൻ ഇങ്ങനെയായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ ഹാപ്പി ബർത്ത്ഡേ ബാനർ തൂക്കിയിരുന്നു. 3 എന്ന ഫോയിൽ ബലൂണ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ സൈക്കിള്, ഒരു ഹൈറ്റുള്ള ബോക്സിന് മുകളിൽ റോസ് ഷീറ്റ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നീക്കുട്ടി ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എൻ്റെ വീട്ടിൽ നിന്ന് നീക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ച ഡ്രസ്സാണ്. ഡ്രസ്സ് എടുക്കാൻ ഞങ്ങളും കൂടെ പോയിരുന്നു. നീക്കുട്ടിക്ക് ഈ ഡ്രസ്സ് എടുത്തപ്പോൾ അനിയത്തിക്ക് ഒരേ നിർബന്ധം അവളുടെ ഫോട്ടോ എടുക്കണമെന്ന് ഈ ഡ്രസ്സിൽ. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ ഡ്രസ്സിൽ നീക്കുട്ടിയുടെ 2 ഫോട്ടോ എടുത്തു. ഇതൊക്കെയായിരുന്നു ആ ഫോട്ടോസ്. പ്രതീക്ഷിക്കാതെയുള്ള ഫോട്ടോ എടുക്കലായിരുന്നു. നീക്കുട്ടിക്ക് ചിറ്റ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തത് ഈ ഫോട്ടോ ഫ്രെയിമാണ്. ഇതായിരുന്നു കേട്ടോ നീക്കുട്ടിയുടെ ബർത്ത്ഡേ കേക്ക്. നീക്കുട്ടിയുടെ അമ്മച്ചൻ്റെയും അമ്മമ്മയുടെയും വകയായിരുന്നു ബർത്ത്ഡേ കേക്ക്. കേക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീക്കുട്ടിയുടെ ക്ഷമ പോവും. പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ള തിരക്കായിരുന്നു. അങ്ങനെ നീക്കുട്ടി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. എൻ്റെ വീട്ടിൽ നിന്നും പിന്നെ ഏട്ടൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ അമ്മച്ചനുമായിരുന്നു ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നത്. ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ബീഫ് വരട്ടിയതും ചിക്കൻ വറുത്തതും സാലഡും അച്ചാറും ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ്. കാറ്ററിംഗ് സർവീസായിരുന്നു. ഏട്ടനെ അറിയുന്നവരായിരുന്നു അവർ. ഏട്ടൻ്റെ വീട്ടിൽ എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും അവരെയാണ് ഫുഡ് ഏൽപ്പിക്കാറ്. നീക്കുട്ടിയുടെ ബർത്ത്ഡേക്കൊക്കെ അവർ തന്നെയാണ് ഏൽപ്പിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവരുടെ ബിരിയാണി. ഏട്ടന് ബിരിയാണി ചെമ്പ് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ വന്നിരുന്നത്. മുന്നേ നമ്മുടെ വീട്ടിൽ നടന്ന ഫംഗ്ഷനിലൊക്കെ ഇവരുടെ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയാറ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം സംസാരിച്ചു. അങ്ങനെ അച്ഛനും അമ്മയും അനിയത്തിയും
അമ്മച്ചനും വീട്ടിലേക്ക് പോയി. നിഹക്കുട്ടി ഇന്ന് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നിഹക്കുട്ടിയെ ഇന്ന് സന്തോഷിപ്പിക്കാൻ സാധിച്ചതിലും നിഹക്കുട്ടി ആഗ്രഹിച്ച സൈക്കിളും കേക്കും ഞങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചതിലും അതുപോലെ ഇന്നും നടന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ചില സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മളെ തേടിയെത്തും. എന്നാൽ ചില സന്തോഷങ്ങൾ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോളുടെ ബർത്ത്ഡേ നല്ല രീതിയിൽ നടത്താം എന്നതാണ് എൻ്റെ ഒരു സന്തോഷം. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ നമ്മൾ വീട്ടിൽ നടത്തുമ്പോൾ നമ്മുടെ വീട്ടിലെ പ്രായമായവർക്കും വലിയ സന്തോഷമാണ് നൽകുന്നത്. എൻ്റെ മകൾക്കും ഇത് വലിയ സന്തോഷം നൽകിയ കാര്യമാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ മക്കളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്താൽ പോലും അത് അവരെ വളരെയധികം സന്തോഷിപ്പിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.